വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കറിയായിട്ടാണ്. അതായത് ആലു കരാഹി. ആലു കരാഹി എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ എന്താ പറയുക, എന്ത് സംഭവം എന്ന് വിചാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ ജാൽ ഫ്രൈസിന്റെ കാര്യം പറഞ്ഞ പോലെ ഇതൊരു പാകിസ്ഥാനി കറിയാണ്. നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ചിക്കൻ കടായി അല്ലെങ്കിൽ വെജിറ്റബിൾ കടായി എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു കരാഹി എന്ന് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേക ടേസ്റ്റ് ഉള്ള ഡിഷാണ്. അപ്പോൾ ഞാനിപ്പോൾ വെജിറ്റേറിയൻ ആണ് ചെയ്തിരിക്കുന്നത്, അതായത് ഉരുളക്കിഴങ്ങ് വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ദുബായിൽ വന്നതിന് ശേഷം ആദ്യമായിട്ട് ഈ ഡിഷ് ടേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മുടെ കറാച്ചി ദർബാറിൽ വെച്ചിട്ട്, പിന്നെ കഴിച്ചിരിക്കുന്നത് സിൽക്കൺ ഓയസിൽ വന്നിട്ട് ഇവിടുത്തെ ഒരു പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. അപ്പോൾ കഴിച്ചിട്ട് എൻ്റെ മക്കൾക്കും ഞാനും എനിക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടുള്ള ഒരു ഡിഷാണിത്. അപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ 99.9% അതേപോലെ ടേസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ച് നിങ്ങൾക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പമാണ്, ആ സമയം നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ആലു കരാഹി തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആലു കരാഹി ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മീഡിയം പൊട്ടറ്റോ എടുക്കുക. അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണിത്. നമുക്കിതിനെ റൗണ്ടിൽ കട്ട് ചെയ്യാം. ഓക്കെ, കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് തിന്നായിട്ട് മുറിക്കാൻ പാടില്ല. അപ്പോൾ നല്ല മൂർച്ചയുള്ള കത്തി വെച്ചിട്ട് എല്ലാതും ഒരേ തിക്നെസ്സോടുകൂടി മുറിക്കുക. ഞാൻ അവസാനം കാണിച്ചു തരാം അതിൻ്റെ തിക്നെസ് എത്രയുണ്ടെന്ന്. അപ്പോൾ ഈ ഒരു തിക്നെസ് ആണ് കേട്ടോ വേണ്ടത് ഈ ഓരോ പീസിനും. അപ്പോൾ ഇതുപോലെ നമുക്ക് 3 പൊട്ടറ്റോ അങ്ങ് മുറിച്ച് വയ്ക്കാം. ഒരു ഹെൽത്തി റെസിപ്പിയാണെന്ന് ഞാൻ പറയില്ല. പാകിസ്ഥാനി റെസിപ്പികൾ എന്ന് പറയുമ്പോൾ അവർ കൂടുതൽ എണ്ണ ഉപയോഗിക്കുന്നുണ്ട്. ഞാൻ പക്ഷേ അവരുപയോഗിക്കുന്ന അത്ര എണ്ണയൊന്നും ഉപയോഗിക്കുന്നില്ല. എന്നാൽ പോലും അത്യാവശ്യം എണ്ണ ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എപ്പോഴും കഴിക്കാൻ പറ്റുന്നൊരു സംഭവമല്ല. എന്നാൽ പോലും വൺസിൻ്റെ വയൽ നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് നമുക്ക് വേണമെന്ന് തോന്നുന്ന സമയത്ത് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ വലിയ പൊട്ടറ്റോ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് നെടുകെ കട്ട് ചെയ്യുക, അതിനുശേഷം വീണ്ടും മുറിച്ച് ഉപയോഗിച്ചാലും മതി കേട്ടോ. നമുക്ക് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വറുത്തെടുക്കണം. ആദ്യം തന്നെ വറക്കണമെന്ന് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം. വറക്കാണ്ട് തന്നെ ഈ റെസിപ്പി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ഫ്രൈ ചെയ്തുണ്ടാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഞാനിവിടെ വറക്കാൻ പോവുകയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെക്കുക. അതിലോട്ട് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്കൊരു കേരള നാടൻ ടേസ്റ്റ് കിട്ടും. ഇതൊരു പാകിസ്ഥാനി റെസിപ്പിയാണ്, അതുകൊണ്ട് ഞാനിപ്പോൾ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. നമുക്ക് വറുത്ത് കോരി വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു അരിപ്പയും കോരി എടുത്ത് വെക്കുക. അരിപ്പ അല്ലാന്നുണ്ടെങ്കിൽ കിച്ചൺ ടിഷ്യൂലോട്ട് മാറ്റിയാലും മതി. ഇപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ എണ്ണ മീഡിയം ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് 3 ബാച്ചായിട്ട് അങ്ങ് വറുത്തെടുക്കാം. ഫ്രൈയിങ് വേണ്ടാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് നമുക്ക് ഗ്രേവിയിലോട്ട് ഈ പൊട്ടറ്റോ ഇട്ടതിന് ശേഷം അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്താലും മതി. 2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഞാൻ ഫ്രൈ ചെയ്തു. അതിന് ശേഷം ഹൈ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി 1 മിനിറ്റും കൂടെ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കങ്ങ് കോരിയെടുക്കാം. അപ്പോൾ ഓളം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്കിതങ്ങ് എടുക്കാം കേട്ടോ. എണ്ണ നന്നായിട്ട് കളയാൻ വേണ്ടിയിട്ടാണ് ഒരു അരിപ്പയിലോട്ട് ഇടാൻ പറയുന്നത്. ലോ ഫ്ലെയിമിൽ ഒരിക്കലും ഇതങ്ങ് ഫ്രൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഒരുപാട് എണ്ണ കുടിക്കും. അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിലിട്ട് ആദ്യം ഫ്രൈ ചെയ്യുക, അതിനുശേഷം ഹൈ ഫ്ലെയിമിലോട്ട് ഇടാൻ പ്രത്യേകിച്ച് പറയാൻ കാരണം. ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയത്താണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അവസാനത്തെ ബാച്ചും ഇതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കോരുകയാണ്. നമ്മൾ എത്ര ഫ്രൈ ചെയ്ത് കഴിഞ്ഞാലും തണുക്കുമ്പോൾ കുറച്ച് എണ്ണ ഉണ്ടാവും കേട്ടോ. അത് ഈ റെസിപ്പിയുടെ ഒരു ഇതാണ്. ഭയങ്കര ഹെൽത്തി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇവരുടെ കറികളുടെ പേരാണ് കരാഹി എന്ന് പറയുന്നത്. ചിക്കൻ കരാഹി, മട്ടൻ കരാഹി, ആലു കരാഹി, മിക്സ്ഡ് വെജ് കരാഹി എന്നൊക്കെ പറഞ്ഞിട്ട്. ഹിന്ദിയിൽ ഇപ്പോൾ നമ്മൾ ചിക്കൻ കടായി എന്നൊക്കെ പറയില്ല, അതുപോലെ കരാഹി എന്നാണ് അവർ പറയാം. അപ്പോൾ അതാ മുഴുവനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങാം. ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി വെക്കുക. അവർ സാധാരണ ഉപയോഗിക്കുന്നത് മസ്റ്റേർഡ് ഓയിലാണ്, അതായത് കടുകെണ്ണയാണ്. നിങ്ങൾക്കിപ്പോൾ കടുകെണ്ണയുടെ ആ വാസന താല്പര്യം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. അതേസമയം സൺഫ്ലവർ ഓയിലോ ഒലീവ് ഓയിലോ ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ വെളിച്ചെണ്ണ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഞാൻ പക്ഷേ ഇവിടെ കടുകെണ്ണയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. കാരണം ആ ഓത്തൻറ്റിക് ടേസ്റ്റ്, അതേപോലെ തന്നെ വാസനയും ആ ഒരു രുചിയും നമ്മുടെ ഡിഷിന് വേണം എന്നുള്ളത് കൊണ്ട്. ആദ്യം എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല കടുകെണ്ണയുടെ വാസന, പക്ഷേ ഹെൽത്തിന് വളരെ നല്ലതാണ്. മാത്രമല്ല ഞാൻ പറഞ്ഞ പോലെ ആ ടേസ്റ്റ് കറക്റ്റായിട്ട് വരണമെങ്കിൽ കടുകെണ്ണ തന്നെ വേണം. അപ്പോൾ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കടുകെണ്ണയാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അവർ സാധാരണ രീതിയിൽ നല്ലോണം ഒഴിക്കും, പക്ഷെ നമ്മൾ അത്രയൊന്നും ഒഴിച്ചാൽ ശരിയാവില്ല. ഇപ്പോൾ പാകിസ്ഥാനി റെസ്റ്റോറൻറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഈ കറിയുടെ മേലെ ഇങ്ങനെ എണ്ണ തെളിഞ്ഞ് നിൽക്കും അല്ലേ. ഞാനിപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് ജീരകം പൊട്ടിക്കണം. അപ്പോൾ ജീരകം സാധാരണ രീതിയിൽ കരിഞ്ജീരകമാണ് ഉപയോഗിക്കാറുള്ളത് അവർ. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ കരിഞ്ജീരകം ഇല്ലാത്തതുകൊണ്ട് ഞാൻ സാധാരണ ജീരകം, നല്ല ജീരകം, അതായത് ക്യുമിൻ സീഡ്സ് ആണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ക്യുമിൻ സീഡ്സ് ഇവിടെ പൊട്ടിക്കുന്ന ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ജീരകത്തിൻ്റെ പൗഡർ ചേർക്കുമ്പോൾ കുറച്ച് കൂടുതൽ ചേർത്താൽ മതി. ജീരകത്തിൻ്റെ പൗഡർ നമുക്ക് കുറച്ചും കൂടെ കഴിയുമ്പോൾ ചേർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മസ്റ്റേർഡ് ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം.
നമ്മളിപ്പോൾ മീഡിയം ടെമ്പറേച്ചറിലാണ് തീ വെച്ചിരിക്കുന്നത്. ജീരകം പൊട്ടിയതിന് ശേഷം നമുക്കതിലോട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കണം. ഓവറായിട്ട് കരിയാൻ നിൽക്കരുത് കേട്ടോ ജീരകം, അപ്പോൾ കറിയുടെ വാസന അങ്ങ് മാറിപ്പോകും. ഇനി നമുക്കിതിലോട്ട് ഒരു വലിയ സവാള വളരെ നൈസാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ ചെറിയ കഷ്ണം ഇഞ്ചി വളരെ നൈസാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 3 വെളുത്തുള്ളി നീളത്തിൽ നൈസാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലോട്ട് നമ്മൾ തീ വെച്ചിരിക്കുന്നത്. അതിലോട്ട് അത്യാവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള പച്ചമുളകാണ്. അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിത് അത്യാവശ്യം ഗോൾഡൻ കളർ ആവുന്ന വരെ വാട്ടി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. ചെറിയ ഗോൾഡൻ കളറായി വരുന്നതേ ഉള്ളൂ. നമുക്കിനി ഇതിലോട്ട് കുറച്ച് കസൂരി മേത്തി കൈകൊണ്ട് തന്നെ നൈസായിട്ട് ഇങ്ങനെ പൊടിച്ചിട്ട് കൊടുക്കുക. അതായത് ഉലുവ ഇല ഉണങ്ങിയതാണ്. ഉലുവയില ഉണങ്ങിയതിന് പകരമായിട്ട് പച്ച ഉലുവയില ഇടാൻ പറ്റുമെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അത് കാര്യമില്ല, ഇതിൻ്റെ ആ വാസന പച്ച ഉലുവയുടെ ഇലയ്ക്ക് കിട്ടില്ല. അപ്പോൾ നോർത്ത് ഇന്ത്യനും അതേപോലെ തന്നെ പാകിസ്ഥാനി റെസിപ്പിയൊക്കെ ചെയ്യുമ്പോൾ കസൂരി മേത്തി നിർബന്ധമുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഞാൻ കുറച്ച് ചേർത്ത്, ഒരുപാട് കൂടാൻ പാടില്ല കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിയില. മല്ലിയില നമുക്ക് ലാസ്റ്റും വേണം ഗാർണിഷ് ചെയ്യാൻ, പക്ഷേ ഇപ്പോഴും അത്യാവശ്യം മല്ലിയില ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ചേർത്തപ്പോൾ തന്നെ വേറൊരു വാസനയായി നമ്മുടെ കറിക്ക്. ഓക്കെ, നമ്മുടെ സവാളയുടെ കളറൊക്കെ ചെറുതായിട്ട് ഗോൾഡൻ കളർ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിത് ചെറിയ തീയിലോട്ട് മാറ്റാം. അതിനുശേഷം നമുക്കിതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം മാത്രം നമ്മളിതിലേക്ക് പൊടികൾ ചേർക്കാൻ പാടില്ല. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പൊടികൾ ഇട്ട വശം തന്നെ അങ്ങ് കരിഞ്ഞു പോകും. ആദ്യം തന്നെ നമുക്കിതിലോട്ട് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്കിതിലോട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു പച്ചമണം മാറണം കേട്ടോ, അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇച്ചിരി സമയം എടുക്കും അതിൻ്റെ ആ ഒരു റോ സ്മെല്ല് മാറാൻ. അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പിന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കണം. ഒരുപാട് വേണ്ട, അല്പം മാത്രം മതി. അതുപോലെ തന്നെ നമുക്കിനി ചേർത്ത് കൊടുക്കേണ്ടത് ജീരകത്തിൻ്റെ പൗഡറാണ്. 1 ടീസ്പൂണോളം ജീരകത്തിൻ്റെ പൗഡർ ചേർത്ത് കൊടുക്കുക, അതായത് ക്യൂമിൻ പൗഡർ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം ഉലുവയുടെ പൗഡറാണ്. ഒരുപാടൊന്നും വേണ്ട, ഒരു 1/4 ടീസ്പൂണോളം ഉലുവയുടെ പൗഡർ. ഇത് വെറുതെ ഉലുവ പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്, വറുത്ത് പൊടിച്ചിട്ടുള്ളതല്ല. കാരണം നമ്മളിതിൽ വഴറ്റേണ്ടതാണ്, അതുകൊണ്ട് പിന്നെ വറുത്ത് പൊടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വെറുതെ അങ്ങ് മിക്സിയിൽ പൊടിച്ച് വെച്ചാൽ മതി ഉലുവയുടെ പൊടി. അപ്പോൾ ഇതിൻ്റെ റോ സ്മെല്ല് മാറുന്ന വരെ അങ്ങ് 2-3 മിനിറ്റോളം ചെറിയ തീയിലിട്ട് വഴറ്റി കൊടുത്തോണ്ടേ ഇരിക്കണം. പച്ചമുളക് നന്നായി മാറിയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി ചേർക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പുളിയുള്ള തക്കാളി നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അത്യാവശ്യം പുളി കുറഞ്ഞിട്ടുള്ള അതേസമയം നല്ല പഴുത്ത തക്കാളി. ഞാനിപ്പോൾ വലിയ തക്കാളിയാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് 2.5 തക്കാളിയാണ് ഇടാൻ പോകുന്നത് കേട്ടോ. ഇതുപോലത്തെ 2.5 തക്കാളി. അപ്പോൾ അതിലോട്ട് നമുക്ക് തക്കാളി അരിഞ്ഞിടാം. ഓക്കെ, 2.5 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് അത് മസാലയായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മൂടി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്നു നോക്കാൻ മറക്കരുത്, താഴെ പിടിക്കാൻ പാടില്ല. അപ്പോൾ ഈ പാത്രത്തിൽ താഴെ പിടിക്കില്ല, എന്നാൽ പോലെ ഒന്ന് തുറന്ന് നോക്കണം. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നന്നായി കുക്കായതിന് ശേഷം മാത്രം ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. പക്ഷേ നിങ്ങളുടെ ഇപ്പോൾ താഴെ പിടിക്കുന്ന ചീനച്ചട്ടിയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അങ്ങ് അടച്ചു വെച്ചാൽ മതി. ഞാനിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ചൂടുവെള്ളം ഒഴിക്കുന്നുള്ളൂ കേട്ടോ. ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം കുക്കായി വരുന്നുണ്ട്. ഇപ്പം നമ്മുടെ തക്കാളി നന്നായി കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം, പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. ഗ്രേവി ഇങ്ങനെ നല്ല നൈസായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കയ്യിൽ വെച്ച് ഉടച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു 1.5 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടാവും. ഒന്ന് നന്നായി തിളച്ച് കുറച്ചും കൂടി ഗ്രേവി ഒന്ന് കുറഞ്ഞതിന് ശേഷം വേണം നമുക്കിതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാൻ. ഞാനിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഒരു അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കണം. പഞ്ചസാര അല്ലെങ്കിൽ കുറച്ച് ശർക്കര, അതാ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടേസ്റ്റ്. ഉപ്പ് കുറവാണ്, എരിവുണ്ട്, പുളിയുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി തിളക്കട്ടെ കേട്ടോ. ഇനി നമുക്കതിലോട്ട് അല്പം പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി അങ്ങ് മിക്സ് ചെയ്യാം. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ പുളിപ്പും നല്ല എരിവും ഉള്ള ഒരു കറിയാണ്. മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരം ഇല്ല, നമ്മൾ 1/4 ടീസ്പൂണേ ഇട്ടിട്ടുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിപ്പിന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഷുഗറേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഷുഗർ വേണ്ടാന്നുണ്ടെങ്കിൽ ശർക്കര. ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഈ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കാൻ. ഒരുപാട് വറ്റിക്കല്ല, ഇതിനേക്കാളും കുറച്ചും കൂടെ വെള്ളം ഒന്ന് കുറയ്ക്കണം. ഇതിലോട്ട് ഞാൻ ഒരു നുള്ളു കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ കറിയിൽ നമ്മൾ മല്ലിപ്പൊടി ഇട്ടിട്ടില്ല, അതുപോലെ തന്നെ ഗരം മസാല ഇട്ടിട്ടില്ല കേട്ടോ. ഓക്കെ, ചെറുതായിട്ട് വറ്റിയിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോൻ്റെ പീസ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ കിടന്ന് ഈ ഗ്രേവി ഇപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഞാൻ വെച്ചിരിക്കുന്നത് കേട്ടോ. ഒന്നും കൂടെ ഒന്ന് വറ്റണം. ഇതൊരു തിക്കായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ, ഗ്രേവി ഇല്ലാത്ത കറിയാണേ.
അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഗ്രേവി ആക്കിക്കോളൂ. പക്ഷേ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഇച്ചിരി തിക്കായിട്ടിരിക്കുന്ന കറിയാണ്. നല്ല വാസനയാണ് ഇവിടെ. ആ ഒരു ഉലുവയുടെയും അതുപോലെ തന്നെ ആ കടുകെണ്ണയുടെയും. ആദ്യമൊക്കെ ഞാൻ ദുബായിൽ വന്ന സമയത്ത് കടുകെണ്ണയിൽ ഒരു സാധനം ചെയ്യില്ലായിരുന്നു. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ഓരോ റെസിപ്പികൾ ട്രൈ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒത്തൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഓരോരോ കാര്യങ്ങൾ ചെയ്യണമെന്ന് പിന്നെ മനസ്സിലായത്. അപ്പോൾ ആദ്യമൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കടുകെണ്ണ ചൂടാവുമ്പോഴത്തെ ആ ഒരു വാസന എനിക്ക് ഒട്ടും പിടിക്കില്ല. എന്നാൽ പോലും പക്ഷേ കറിയാക്കി വരുമ്പോൾ അറിയില്ല കേട്ടോ. ഒരു 5 മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ കുക്കായതിനു ശേഷം നമുക്കങ്ങ് ഓഫ് ചെയ്ത് ഗാർണിഷ് ചെയ്തെടുക്കാം. ഗാർണിഷ് ചെയ്യുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം എണ്ണ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ കൂടെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ പൊട്ടറ്റോ വറുത്ത എണ്ണ, പക്ഷേ നിർബന്ധമൊന്നുമില്ല കേട്ടോ. കറക്റ്റ് ലുക്ക് വരുത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ നമ്മുടെ കറി ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഫൈനലി ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ഗാർണിഷ് ചെയ്യണം. ഈ സമയത്ത് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതായത് ഉപ്പോ മധുരമോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് അവസാനമായിട്ട് മല്ലിയില കുറച്ച് ഇട്ട് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട കേട്ടോ. ഇതിലൊക്കെ നമുക്ക് മല്ലിയില ഇടണം. കുറച്ച് പച്ചമുളക് ചരിച്ച് അരിഞ്ഞത്, നീളത്തിലരിഞ്ഞ ഇഞ്ചി. ഇതാണ് നമ്മുടെ ആലു കരാഹി. ഇപ്പം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ചൂട്ടിലിരുന്നിട്ട് ഇത് കുറച്ചും കൂടെ ഒന്ന് വറ്റണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ആ സമയത്ത് അങ്ങ് ഓഫ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ നല്ല ഡ്രൈ ആയിട്ടുള്ള ഇതാണ് ഇഷ്ടം. നമ്മൾ കഴിച്ച് ശീലിച്ചൊരു ടേസ്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഇത്രയുള്ള പരിപാടി. സൂപ്പറാണെങ്കിൽ സൂപ്പറാണ്. ആ ഒരു പൊട്ടറ്റോ കഷ്ണത്തിനും ആ ഗ്രേവിയും കൂടെ കഴിക്കുമ്പോണ്ടല്ലോ, ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല. അതുപോലെ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതിനുശേഷം എനിക്ക് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. ഈ പിള്ളേർ വരുമ്പോഴേക്കും എനിക്ക് ചപ്പാത്തി ഉണ്ടാക്കണം. അതിൻ്റെ കൂടെയാണ് ഞാൻ സെർവ് ചെയ്യാൻ പോകുന്നത്. ഒരു കഷ്ണം ഇച്ചിരി ഗ്രേവിയും കൂടിയിട്ട് പാത്രത്തിലോട്ടിട്ടൊന്ന് ചൂടാറ്റിട്ട് അതിന് ശേഷം കഴിച്ച് നോക്കാം. ചൂടാറി കഴിച്ച് നോക്കുമ്പോഴേ അറിയുള്ളൂ ടേസ്റ്റ് കറക്റ്റായിട്ട്. അല്ലാതെ ചൂടോടുകൂടി കഴിക്കുമ്പോൾ അത്ര അറിയുന്നില്ല ടേസ്റ്റ്. എന്നിട്ട് ഈ കഷ്ണം ഇങ്ങനെ പൊട്ടറ്റോ ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്തപ്പോൾ തന്നെ ഏകദേശം കുക്കായിട്ടുണ്ട്. ഇതിൽ കൂടി ഇട്ടപ്പോൾ കൂടുതൽ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ ഒന്ന് കഴിച്ച് നോക്കട്ടെ കേട്ടോ. കറി തന്നെ ചുമ്മാ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. അത്രയും ടേസ്റ്റ് ആയിട്ടുണ്ട്. അടിപൊളി. ഞാൻ ചിക്കൻ വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നന്നായിട്ടുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചിക്കൻ കരാഹിയുടെ വീഡിയോയും കാണിച്ചു തരാം. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. എനിക്ക് വയ്യ. രണ്ടുപേരും എന്നെ ആക്രമിക്കുന്നത് കിട്ടിപ്പോയി. പാസ്പോർട്ടൊക്കെ ചവിട്ടി കൂട്ടല്ലേ?